സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. തുടരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്മൃതി പരുത്തിക്കാടിനെ പറ്റിയാണ്. എന്താണ് സ്മൃതി പരുത്തിക്കാടിന്റെ വിഷയമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഈ കാര്യങ്ങളൊക്കെ കാണുന്നുമുണ്ട്. അപ്പോൾ സ്മൃതി പരുത്തിക്കാട് ഈ വയനാട്ടിലെ ജനങ്ങളെ അധിക്ഷേപിച്ചതാണല്ലോ പ്രശ്നം. അപ്പോൾ ജനങ്ങളെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ആ വയനാട്ടിലെ ജനങ്ങൾ തന്നെ മുന്നിലേക്ക് വരികയും മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്നിട്ട് ഞങ്ങൾ ഒരിക്കലും ഒരാളുടെയും PR വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളല്ല. നല്ല വിഷമം തോന്നി ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളുകളായതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രചരണ വേളയിൽ അവരോടൊപ്പം നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നിയതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയതാണ്. ഒരിക്കലും മനസ്സാ വാചാ കർമ്മണ അറിയാത്ത അല്ലെ മനസ്സ് ഇതുവരെയും വിചാരിക്കാത്ത കുറേ അധികം കാര്യങ്ങളാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള പല കൊങ്ങികളുടെയും നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ പ്രതികരിച്ചതിന്റെ ഫലമായിട്ട് സ്മൃതി പരുത്തിക്കാടിന് അവരുടെ ഒരു നിലപാട് മാറ്റേണ്ടി വന്നു. ഞാൻ എപ്പോഴും വളരെ വികാരഭരിതയായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും പല ആളുകളും വളച്ചൊടിച്ചുകൊണ്ട് പല രീതിയിൽ പറഞ്ഞുകൊണ്ട് എന്നെ ഒരുമാതിരി എന്താ പറയുക കൊങ്ങികളുടെ അടിമയാക്കാനും ചില നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന ആളാക്കി മാറ്റാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പ്രോ ലെഫ്റ്റ് ആണ്. ഞാൻ ലെഫ്റ്റ് ഇടതുപക്ഷത്തിനോട് വലിയ രീതിയിൽ ചായ്വുള്ള ഒരാളാണ്. പക്ഷേ ഇടതുപക്ഷം ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് വിമുഖതയുള്ളത് കൊണ്ട് തന്നെ ഞാൻ എതിർക്കുന്നുമുണ്ട്. ആ ഒരൊറ്റ റീസൺ കൊണ്ട് ഇടത് പ്രൊഫൈലിൽ നിന്നും എനിക്ക് പല തരത്തിലുള്ള പല രീതിയിലുള്ള വിമർശനങ്ങളും പല പ്രശ്നങ്ങളും ഭീഷണികളും ഒക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2025 ദി ക്യൂ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഈ നമ്മുടെ എന്താ പറയുക കൊങ്ങിണിയായിട്ടുള്ള ഈ സ്മൃതീഷൻ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ ഒരു ഇന്റർവ്യൂ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഇന്റർവ്യൂവിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പ്രോ ലെഫ്റ്റ് ആണ്. അതായത് ഇടതുപക്ഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷമാണെന്നും പറയും. എന്നാൽ വലതുപക്ഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലതുപക്ഷമാണെന്ന് എടുത്തു പറയില്ല. പകരം പറയുന്ന ഇതാണ്: ഞാൻ പ്രോ ലെഫ്റ്റ് ആണ്. ആ പ്രോ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു പേര് പുതിയൊരു പേരായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇടതുപക്ഷത്തിനോട് വിമുഖതയോടുകൂടി വലതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയെ പ്രോ ലെഫ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഞാൻ വിഷയാധിഷ്ഠമായിട്ടാണ് നിലപാടെടുക്കാറ്. അപ്പൊ ഞാനൊരു പ്രോ ലെഫ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ലെഫ്റ്റ് രീതിയിൽ നിന്ന് മാറുന്നു എന്ന് കാണുമ്പോൾ ഞാൻ കുറച്ചുകൂടി ലെഫ്റ്റിനെയാണ് വിമർശിക്കാറ്. അപ്പോൾ എന്നെ കോൺഗ്രസ് ആയിട്ടൊക്കെ വിളിക്കാറ്. ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് ലെഫ്റ്റ് ആണ്. പലപ്പോഴും അപ്പൊ പ്രതിപക്ഷ പാർട്ടിയും നമ്മൾ പ്രതിപക്ഷ സ്വരമാണെന്ന് ചിലപ്പോൾ ഒന്നായി പോയേക്കാം. അപ്പൊ നമ്മളെ അല്ലല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ലെഫ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് ലെഫ്റ്റ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ വരുമ്പോൾ ഞാൻ അവരെ വിമർശിക്കാറുണ്ട്. ഇത് ശരിക്കും ഒരു ജേർണലിസ്റ്റ് ചെയ്യേണ്ട പണിയാണോ? പലതവണയായിട്ട് നമ്മുടെ വീഡിയോയിൽ തുടരെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജേർണലിസ്റ്റ് ചെയ്യേണ്ട പണിയാണോ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്തില്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുക എന്നുള്ളത്? എന്താണ് ജേർണലിസ്റ്റ് ചെയ്യേണ്ടത്? വിമർശനങ്ങളാവാം, വിശകലനങ്ങളാവാം, അല്ലേ? ഇത് വിമർശനത്തിനപ്പുറം ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയെ വലിയ രീതിയിൽ വലിച്ചു കീറിക്കൊണ്ട് വെള്ള പൂശാനായിട്ട് വലതുപക്ഷത്തിനെ വെള്ള പൂശാനായിട്ട് ശ്രമിക്കുന്ന ഒരു പരിപാടിയെ ഞങ്ങൾ പ്രോ ലെഫ്റ്റ് ആയിട്ടല്ല കാണുന്നത്. ശരിക്കും കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു ജേർണലിസ്റ്റ്, UDFന്റെ കൂട്ടത്തിലുള്ള UDFന്റെ പെങ്ങളായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിനെയാണ് ഞങ്ങളിവിടെ കാണുന്നത്. എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒരു പാർട്ടിയുടെ അടിമയായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് കാണും. എന്നാൽ ഇവിടെ സ്മൃതി വന്നിട്ട് UDFനെ വലിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് LDF ഈ നാട്ടിൽ ഒന്നും ചെയ്യുന്നില്ല, LDF ചെയ്യുന്നതെല്ലാം തെറ്റാണ്, വയനാട്ടിൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, എന്നാൽ വയനാട്ടിലെ ആ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് പിരിച്ച് അവർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം നൽകി പിരിച്ച കുറേ അധികം പൈസ ഉണ്ടായിരുന്നു. 5 കോടി രൂപയ്ക്ക് മുകളിൽ. ഇത്രയും വലിയൊരു പാർട്ടി ആയിട്ടുള്ള ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 5 കോടി രൂപ മാത്രമാണ് സമാഹരിക്കാൻ സാധിച്ചത്. എന്നിട്ട് ആ 5 കോടി രൂപ ഇപ്പൊ എവിടെയാണ്? അത് വാനിഷായി പോയി. ഇലക്ഷൻ പ്രചരണത്തിന് പോസ്റ്റർ അടിക്കാനും വണ്ടി ഓടിക്കാനും ഒക്കെ ഈ 5 കോടി രൂപ എടുത്തു. 5-6 കല്ല് വാരിയിടുന്നതിന് 5000 രൂപ പോയി കാണും. സ്ഥലം വാങ്ങാനായിട്ട് പോയിട്ട് എങ്ങനെ പോയാലും ഒരു 10 ലക്ഷത്തിനകത്ത് പോയി കാണും. പോയിട്ട് ബാക്കി 4 കോടി അല്ലെ 3 കോടി രൂപ ഇരിക്കല്ലേ. ഇതെല്ലാം ആ സ്ഥലത്തിന് വേണ്ടി പോയി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സതീശൻ ജി അല്ലെ സ്മൃതീഷൻ മോളെ ഇതൊക്കെ വിശ്വസിക്കാൻ സാധിക്കുക? വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ബാക്കി കേട്ടോ. കോൺഗ്രസ് കളത്തിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ ഒരു നേതാവിന്റെ ആളാക്കിക്കൊണ്ടൊക്കെ പറയും. പക്ഷെ നാളെ അത് കാലം മാറുമ്പോൾ അത് ബോധ്യപ്പെട്ടോളൂ. കക്ഷി രാഷ്ട്രീയത്തിൽ ഇത് 2025 പറഞ്ഞൊരു കാര്യമാണ്. നാളെ രാഷ്ട്രീയം മാറുമ്പോൾ അല്ലെ നാളെ ഇതെല്ലാ ആളുകൾക്കും മനസ്സിലാവും എന്റെ രാഷ്ട്രീയം എന്താണെന്നും ഞാൻ ആരെയാണ് ഊന്നിപ്പിടിക്കുന്നതെന്നും ഞാൻ ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്നും ഒക്കെ നാളെ എല്ലാവർക്കും മനസ്സിലാവുമെന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. 2025 പറഞ്ഞൊരു കാര്യം 2026 ആയപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇത് പ്രോ ലെഫ്റ്റ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലെഫ്റ്റ് ആണോ, ഏത് ലെഫ്റ്റ് ആണോ ഏത് റൈറ്റ് ആണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. ഇടതുപക്ഷത്തിനെ വലിയ രീതിയിൽ വിമുഖത കാണിക്കുന്ന ഒരാൾ പറയുന്നൊരു പേരാണ് പ്രോ ലെഫ്റ്റ്.
പുതിയ പേര് കിട്ടിയിട്ടുണ്ട്. പുതിയ ന്യൂ നെയിം അൺലോക്ക്ഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സ്മൃതീഷിനെ ഇന്ന് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ചീത്ത വിളിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. കുറേ AI ക്രിയേറ്റഡ് വീഡിയോസ് അല്ലെ ഫോട്ടോസൊക്കെ ഇവരുടെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനും ഈ കഴിഞ്ഞ ദിവസം കാണാനിടയുണ്ട്. ഇത് വളരെ മോശമായിട്ട് മുഖ്യമന്ത്രിയെ കളിയാക്കി വരുത്തി എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വലതുപക്ഷത്തിലുള്ളതും അല്ലെങ്കിൽ സംഘികളായിട്ടുള്ള ആളുകളും ഒക്കെ ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ. ഇത് എല്ലാം കൂടി വരാൻ പോകുന്ന ആർക്കാണ്? ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം കിട്ടാൻ പോകുന്ന ആർക്കാണ്? LDFന് തന്നെ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില ഊള പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവരോട് വീണ്ടും വീണ്ടും കൂടുതൽ വിമുഖത തോന്നിപ്പിച്ചുകൊണ്ട് അല്ലെ മാധ്യമ ചർച്ചകളിൽ വീണ്ടും ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിൽ സംസാരിക്കാനായിട്ട് ചില ആളുകൾ അങ്ങോട്ട് തീ വാരി ഇടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് തെളിയിക്കപ്പെടട്ടെ. ഒരിക്കലും ഒരു സ്ത്രീയെന്നല്ല ഒരു മനുഷ്യനെ ഈ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വളരെ വസ്തുതാപരമായിട്ടുള്ള അല്ലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്, വിമർശിക്കുക മാത്രമാണ് നമ്മളും ചെയ്യുന്നത്. ഒരിക്കലും സ്മൃതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അല്ലെ അവരുടെ സ്ത്രീത്വത്തിനെ അപമാനിച്ചുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ നിലപാടിനെ അവരുടെ രാഷ്ട്രീയത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അവർക്ക് പറയാനുള്ള അതേ സ്വാതന്ത്ര്യം, അവർക്ക് പറയാനുള്ള അതേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇത് കേൾക്കുന്ന നമ്മൾക്കും പറയാനുള്ളതുണ്ട്, അല്ലെ നമുക്കും പറയാനായിട്ട് സാധിക്കും. ആ രീതിയിൽ തന്നെയാണ് നമ്മളും വീഡിയോ ചെയ്തിരിക്കുന്നത്. സ്മൃതി ഈ നാട്ടിൽ ഒന്നും വലതുപക്ഷം ചെയ്യുന്നില്ല, അല്ലെ ഇടതുപക്ഷം ചെയ്യുന്നില്ല, വലതുപക്ഷമാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാനും അത് കേട്ട് കയ്യും കെട്ടിയിരിക്കാനൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റില്ല. കാരണം ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഇതെല്ലാം കണ്ടറിഞ്ഞിട്ടുള്ള ആളുകൾ തന്നെയാണ് പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ. ഞാൻ ഇനി സ്മൃതി എന്ന് പറയുന്ന ഒരു വനിത അല്ലെ സ്മൃതി എന്ന് പറയുന്ന ജേർണലിസ്റ്റ് പല കാര്യങ്ങളിൽ പല രീതിയിൽ പലരെയും അടിച്ചമർത്താനായിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീമതി വീണ ജോർജിനെതിരെ അല്ലെ വീണ ജോർജിനെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇറക്കുമെന്ന് പറഞ്ഞുകൊണ്ടും പല ആളുകളെയും അന്തിച്ചർച്ചകളിൽ വിളിച്ചിരുത്തിക്കൊണ്ട് അവരെ എല്ലാം അപമാനിച്ചു വിട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ സ്മൃതി എന്ന് പറയുന്ന സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് ആളുകളെ വേദനിപ്പിച്ച് വിട്ട് അവരുടെ എല്ലാവരുടെയും കണ്ണുനീര് കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് സ്മൃതി കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സ്മൃതിക്ക് ഇന്ന് തിരിച്ചൊരു പണി കിട്ടിയപ്പോൾ ഇത്രയധികം വിഷമിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഇതൊക്കെ അർഹിക്കുന്നതായിരുന്നു, അല്ലെ അർഹതപ്പെട്ട ഒരാൾക്ക് ഇത് കിട്ടിയെന്നുള്ളതാണ്. ഞാൻ വേറൊരു വീഡിയോയോട് നിങ്ങളെ കാണിച്ചു തരാം. ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് CPMന്റെ ഒരു നേതാവിനെ വിളിച്ചിരുത്തിക്കൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന സ്മൃതിയുടെ മറ്റൊരു വീഡിയോ. ബന്ധമുള്ളവരല്ലേ ആയിരുന്നെന്ന് നിങ്ങൾ തെളിയിക്ക്, അല്ലെങ്കിൽ ഈ പണി നിർത്തി പോകണം. സൗകര്യമുണ്ടോ നിങ്ങൾക്ക്? അത് പറയോ നിങ്ങൾ? ഞാൻ വെല്ലുവിളിക്കാം സ്മൃതിയെ. ഈ പറയുന്ന ലെനിൻ AKG സെന്ററിലെ ജീവനക്കാരനായിരുന്നില്ല. അങ്ങനെയാണ് എന്ന് നിങ്ങൾ തെളിയിക്ക്, അല്ലെങ്കിൽ ഈ വൃത്തികെട്ട തോന്നിവാസം പത്രപ്രവർത്തനം നിങ്ങൾ നിർത്തി പോവാ. ഈ കൂടാതെ നിർത്തോ? നിങ്ങൾ ട്രെയിനിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ. അല്ല ബിജു, ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു രൂപത്തിലും ലെനിൻ രാജ് AKG സെന്ററിൽ പ്രവർത്തിച്ചിട്ടില്ല. ഇല്ല, ലെനിൻ രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി AKG സെന്ററിൽ പ്രവർത്തിച്ചിട്ട് 2019 ബിജു കണ്ടക്ക് AKG ഓഫീസ് സെക്രട്ടറി അല്ലല്ലോ. 2019 അല്ലല്ലോ. 2019 താങ്കൾ അവിടെ ഉണ്ടായിട്ടല്ലോ. മഹാത്മാഗാന്ധിയുടെ കാലത്ത് ജീവിച്ചിട്ടാണോ? ആണോ? മഹാത്മാഗാന്ധിയെ പറ്റി പ്രസംഗിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ജീവിച്ചിട്ടാണോ? അടിപൊളി, അടിച്ച് അണ്ണാക്കിൽ കൊടുക്കുക എന്നൊക്കെ പറയുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഈ നേതാക്കന്മാരെ രണ്ടുപേരെ വിളിച്ചിരുത്തിയിട്ട് സ്മൃതിയുടെ ഗുണ്ടായുസം അല്ലെങ്കിൽ സ്മൃതി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്, ഞാനിവിടെ വലിയ മറ്റേതാണ്, നിങ്ങളുടെ ഗുണ്ടായുസം ഒന്നും ഇവിടെ നടക്കത്തില്ല, ഞാനിവിടെ ഉള്ളപ്പോൾ, ഞാനിവിടെ ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെ ഒരു ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുമ്പോൾ എനിക്കെതിരെയോ അല്ലെ ഞങ്ങളുടെ ചാനലിനെതിരെയോ അല്ലെ ഞങ്ങളുടെ ഈ പറയുന്ന പാർട്ടിക്കെതിരെയോ ഒരാളും സംസാരിക്കാൻ വരണ്ട എന്നുള്ളൊരു ധാർഷ്ട്യമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് സ്മൃതി പല ചർച്ചകളിലും പല ആളുകളെയും വിളിച്ചിരുത്തിയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുന്നത് പല രീതിയിൽ ഇതുപോലെ തന്നെയാണ് കാണാറുള്ളത്. എല്ലാ ആളുകളെയും ബുദ്ധിമുട്ടിപ്പിച്ച് അവരെ എല്ലാവരെയും വിഷമിപ്പിച്ച് അവരെ അങ്ങേയറ്റം തകർത്തെറിഞ്ഞുകൊണ്ടാണ് സ്മൃതിയുടെ പല ചർച്ചകളും പോകുന്നത്. ഇതെനിക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഒരു സംഭവത്തിനെതിരെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതൊരു വ്യക്തിക്കെതിരെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും മാത്രം സംസാരിക്കുന്ന രീതിയായിട്ട് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവുക. ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് താറടിച്ച് കാണിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ എപ്പോഴും ഉയർത്തി കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ നമ്മൾ ഏത് പേരിൽ വിളിക്കണം? ഈ പ്രോ ലെഫ്റ്റ് എന്ന് ഇവർ പറയുന്നുണ്ട്. ഈ പ്രോ ലെഫ്റ്റ് എന്നൊന്നും വിളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൊങ്ങി സ്മൃതീശൻ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. സതീശിന് വേണ്ടി പണിയെടുക്കുന്ന സ്മൃതീശൻ,
അങ്ങനെ ഒരു വിളിക്കേണ്ടതിനപ്പുറത്തേക്ക് വേറൊരു പേരും പുള്ളിക്കാരിക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് വലിയ രീതിയിൽ മെഴുകാനായിട്ട് ഒരാളെ കിട്ടിയത് UDFന് വലിയ വിജയം തന്നെയാണ്. പക്ഷേ ആ വിജയം അധികം നാൾ പോവില്ല. ഈ രീതിയിലുള്ള വൃത്തികേടുകൾ കാണിക്കാനാണ് ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ജനങ്ങൾ പിടിച്ച് പഞ്ഞിക്കിടും, ജനങ്ങൾ വലിച്ചു കീറും. വയനാട്ടിലെ ആ ദുരന്തബാധിതരെ പറഞ്ഞത് പോരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വന്ന് മെഴുകുകയാണ്. ഇതുവരെ ഒരു മാപ്പ് പോലും പറയാനായിട്ടുള്ള ഒരു മനസ്കത ഈ പറയുന്ന സ്മൃതി എന്ന് പറയുന്ന ആ ഒരു ജേർണലിസ്റ്റ് കാണിച്ചിട്ടില്ല എന്നുള്ളതും വളരെ വിഷമകരമായ ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും അത് പെട്ടെന്നുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ജേർണലിസ്റ്റുകളെ ചാനൽ ചർച്ചകളിൽ നിന്ന് പുറത്താക്കണമെന്നും പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ.